വർഷത്തിലൊരിക്കൽ എല്ലാ ടെൻഷനും മാറ്റിവെച്ച് ഒരു യാത്ര. കടം മേടിച്ചിട്ടാണെങ്കിലും അത് നിർബന്ധ. ഈ വർഷം അത് ക്ഷേത്രങ്ങളുടെ നാടായ തഞ്ചാവൂരിലേക്കാണ്. എല്ലാ ദിവസവും എറണാകുളത്തു നിന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന കാരക്കൽ എക്സ്പ്രസ്സിന് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ട്രെയിൻ തഞ്ചാവൂരെത്തും. പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് എന്തെന്നാൽ തഞ്ചാവൂരിന് മുമ്പ് ചെട്ടിനാട് എന്നൊരു അഭിപ്രായം ഞങ്ങളുടെ ഇടയിൽ വന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ, ലെറ്റ്സ് ഗോ ടു ചെട്ടിനാട്. ചെട്ടിനാട് പോകാൻ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയത് റോക്ക് സിറ്റി എന്നറിയപ്പെടുന്ന തിരുച്ചിറപ്പള്ളിയിൽ. അവിടെ 50 രൂപ നൽകി AC ലോഞ്ചിൽ കയറി ഞങ്ങൾ ഫ്രഷപ്പായി. ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ തൃച്ചി റോക്ക് ഫോർട്ട് കാണാൻ ഞങ്ങൾ പോയി. ട്രെയിനിൻ്റെ സമയം അടുക്കാറായപ്പോൾ അത് നിർത്തി കിട്ടിയ ഓട്ടോയിൽ അണ്ണാ ദിടീന്ന് സ്റ്റേഷൻ പോങ്കോ എന്ന് പറഞ്ഞ് ഞങ്ങളതിൽ ചാടിക്കയറി. ഏകദേശം 12 മണിയായപ്പോൾ ഞങ്ങൾ ചെട്ടിനാടെത്തി. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഒന്ന് ഞെട്ടി. വഴി ചോദിക്കാൻ ഒരു ഉറുമ്പ് പോലും ആ പരിസരത്തില്ല. രണ്ടും കൽപ്പിച്ച് നടന്ന് ഞങ്ങൾക്ക് പാതി വഴി ഒരു ഓട്ടോ കിട്ടി. അണ്ണൻ ഞങ്ങളെ ചെട്ടിനാട് പാലസിൽ കൊണ്ടിറക്കി. പാലസിൽ ചെന്ന് ഞങ്ങളോട് സെക്യൂരിറ്റി ചെന്നൈ കോടതിയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ധൈര്യമുണ്ടേ ഇന്ത്യയിലേക്ക് വാ അണ്ണ എന്ന് പറഞ്ഞ് അതിന് തൊട്ടടുത്ത ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ബംഗ്ലാവ് കാണാൻ പോയി. അന്നത്തെ വാസ്തുകലകളുടെ ഒരു ഏട് നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടെ നിന്നിറങ്ങി ആച്ചി മെസ്സിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ആ പ്രദേശത്തെ ആകെയുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു ഹോട്ടൽ. ആച്ചി മെസ്സിന് തൊട്ടടുത്ത് ആത്തൻകുടി ടൈൽസ് നിർമ്മിക്കുന്ന ഒരിടമുണ്ട്. അവിടെ കയറി ടൈൽസിൻ്റെ ടെക്നിക്ക് കണ്ടുപിടിച്ച് പൊരിവെയിലത്ത് ഞങ്ങൾ നടന്നു. അടുത്ത ലക്ഷ്യം ആത്തൻകുടി പാലസ് ആയിരുന്നു. നടന്നു ഒരു വിധത്തിൽ അവിടെ എത്തി. ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു പാലസ്. 4 ലക്ഷം രൂപ അക്കാലത്തായെന്നാണ് ഒരു ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. ആ പാലസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു തണുപ്പാണ്. ഉള്ളിലെ ഓരോ വസ്തുവിനും അത്ര തന്നെ പഴക്കമുണ്ട്. ഇപ്പോഴും അതൊക്കെ ആ പ്രൗഢിയിൽ തന്നെ നിൽക്കുന്നു. അവസാന ബസ് നഷ്ടപ്പെട്ട് ആത്തൻകുടി പാലസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന ഞങ്ങളെ ഒരു ദൈവദൂതനെ പോലെ ഒരു മലയാളി ചേട്ടൻ കാരക്കുടി സ്റ്റേഷനിൽ എത്തിച്ചു. അതിന് തൊട്ടടുത്തുള്ള ഒരു നെയ്ത്തുശാലയും പിന്നീട് ആൻറ്റിക് മാർക്കറ്റും കണ്ടിട്ട് 6 മണിക്ക് തഞ്ചാവൂരിലേക്കുള്ള യാത്ര തിരിച്ചു. രാത്രി 9:30 ഞങ്ങൾ തഞ്ചാവൂരിലെത്തി. അതിനുശേഷം മുറിയിലേക്ക്. പിന്നെ എല്ലാ സാഹസിക യാത്രക്കാരും ചെയ്യുന്ന പോലെ കട്ടിലിലേക്ക് ഒരു ചാട്ടം, ഒരു മയക്കം.